ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഫ്രിഡ്ജ് എങ്ങനെയൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ ആയിട്ടല്ലേ. പക്ഷെ നമ്മൾ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ഒരുപാട് വലിയ അസുഖങ്ങളിലേക്ക് കൊണ്ടുവിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഡോക്ടർ ഡാനിസ് സലീം പറയുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള കുറച്ച് ഓൺലൈൻ പർച്ചേസിങ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ സുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3-4 സ്പൂണ് സുറുക്കിയും ഒരു പിടി ഉപ്പും പിന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡും കൂടി വേണം. അതിനുശേഷം അല്പം സോഡാപ്പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാനത് ചെയ്തത്. കാരണം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ആ തുണിയിൽ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് എന്തായാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നല്ലവണ്ണം വെയിലത്തൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് സോപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വെയിലത്തിട്ട് തന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. നമ്മൾ എത്ര വാഷ് ചെയ്ത് കൊടുത്താലും ഒരു ഇടുക്കുകളിലൊക്കെ നമുക്കത് കൈയെത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വെച്ചാൽ അപ്പോൾ അതിലുള്ള ബാക്ടീരിയയും ഫംഗസും ഒക്കെ ചാകാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും കഴുകിയത് ഒന്ന് വെയിലത്തൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിക്ക് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും അതുപോലെ കഴിക്കുന്ന എല്ലാം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത കോവയ്ക്ക ചെടി നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതാ ഞാൻ കോവയ്ക്കയ്ക്ക് ഇതുപോലെ നീളത്തിലാണ് പന്തലിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കൈ എത്തി വലിക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് നമുക്ക് വലിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലോണം കോവയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക കിട്ടാൻ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്തിരിക്കണമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വേറെ വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇറച്ചി മീൻ കാര്യങ്ങളെല്ലാം വെക്കലും അതുപോലെ തന്നെ നമ്മളത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ചോരയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിലൊരുപാട് ഫംഗസും ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഇടുക്കും മൂലയും എല്ലാം വൃത്തിയാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇതേപോലെ എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ സുറുക്കിയും അതേപോലെ തന്നെ സോഡാപ്പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ അതിൽ ബാഡ് സ്മെല്ലൊക്കെ പോകാനും ബാക്ടീരിയ ഒക്കെ ഉണ്ട് വെച്ചാൽ ചാകാനും ഒക്കെ നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇടുക്കിയിലും കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എത്രയ്ക്കും നമ്മൾ ഹൈജീനിക്കായി ഇരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഫ്രിഡ്ജ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡിൽ മുക്കിയിട്ട് നന്നായി തുണി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്ത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറ് അതുപോലെ ഡോറിൻ്റെ പിടിയൊക്കെ നമ്മൾ എപ്പോഴും തുടച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഡോറ് നമ്മൾ തുടച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ കറിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ പിടിയിലാവുകയും വീണ്ടും നമ്മൾ അതിൽ തൊടുമ്പോൾ പിന്നീട് നമുക്ക് അതിൽ ബാക്ടീരിയ ഒക്കെ നമ്മുടെ കയ്യിലാവാനും അതുപോലെ അസുഖങ്ങളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ ഡോറിൻ്റെ പിടിയൊക്കെ തുടയ്ക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സൈഡ് ഭാഗങ്ങളെല്ലാം തുടയ്ക്കണം. കാരണം നമ്മൾ കുട്ടികളാണെങ്കിലും എല്ലാവരും നമ്മൾ ഇതിലെപ്പോഴും നമുക്ക് കൈ എപ്പോഴും കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതാരും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ പിടിയുടെ ഭാഗങ്ങളിൽ എപ്പോഴും ഒന്ന് തുടയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതിലൊരു തുണി ചുറ്റി വയ്ക്കുകയാണ് വെച്ചാൽ അത് കുറച്ചുകൂടെ നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം എപ്പോഴും നീറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ടവൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണ് വെച്ചാൽ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വെയിലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചൂടൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് തുടച്ചാലും നമ്മൾ ഒരു വെറ്റ് തുണി കൊണ്ട് ചെയ്യുകയാണ് വെച്ചാലും ലാസ്റ്റ് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ.
പിന്നെ അടുത്ത് നമ്മൾ എല്ലാ ഭാഗവും എടുത്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇടുക്കിലും മുക്കിലൊക്കെ എല്ലാവിടെയും നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യണം വെച്ച് നമുക്ക് 6 മാസത്തിൽ ഒരു പ്രാവശ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുകളിലത്തെ ഷീറ്റ് മാത്രം എടുത്ത് വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു ഓർഗനൈസറാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഡോറുകളിലൊക്കെ നമ്മൾ ബാക്കി വരുന്നതൊക്കെ ഇട്ട് വെച്ച് നമുക്ക് ഒരുപാട് വൃത്തികേടാവണം അല്ലേ. അപ്പോൾ ഇതുപോലൊരു കണ്ടെയ്നറാണ് വെച്ചാൽ അപ്പോൾ നമുക്ക് നല്ലോണം യൂസ്ഫുള്ളാണ്. നമുക്ക് ബാക്കി വരുന്ന പച്ചക്കറി ആണെങ്കിലും ഉള്ളി തക്കാളിയൊക്കെ ബാക്കി വരുന്നതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ കേടുവരാതെ കുറേ ദിവസം ഇരിക്കും. അടുത്തൊരു ഇതാണ്, ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നത് കൊണ്ട് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ കാണാൻ നല്ല ലുക്കായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ട വരില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വൃത്തിയാക്കാൻ തോന്നുമ്പോൾ ഈ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഗ്ലാസ്സൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും വെയിലത്തൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാവ് കറിയൊക്കെ നമ്മൾ ചിന്താണെന്ന് വെച്ചാൽ ഈ മാറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിക്ക് നല്ലൊരു സന്തോഷമായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ മുട്ട വയ്ക്കണതും ഇതുപോലെ ഒരു കണ്ടെയ്നറിലാവുമ്പോൾ അത് പൊട്ടാനോ അങ്ങനെ ആവാനോ ഒന്നും ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെ ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ പച്ചക്കറികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കവറിൽ കെട്ടി വെക്കരുത് കേട്ടോ. കവറിൽ കെട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് കേടുവരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കണ്ടെയ്നർ വാങ്ങിക്കുകയാണ് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പച്ചക്കറി കേടുവരാതിരിക്കും. അതുമാത്രമല്ല നമുക്ക് കറണ്ട് യൂസേജ് കമ്മിയാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എന്ത് വെക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കണ്ടെയ്നറിലാക്കി വെക്കുക. സ്റ്റീൽ പാത്രങ്ങൾ കഴിയുന്നതും ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. അത് മെയിനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് പച്ചക്കറിയൊക്കെ നമുക്ക് ഇതേപോലെ ചുറ്റി വയ്ക്കുകയാണ് വെച്ചാൽ കുറേ കാലം കേടുവരാതിരിക്കാനും നല്ലൊരു യൂസ്ഫുള്ളാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കറി എന്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും സ്റ്റീൽ പാത്രം കഴിയണതും വെക്കരുത്. കാരണം സ്റ്റീൽ പാത്രത്തിൽ ഒരുപാട് കറണ്ട് വലിക്കാനുള്ളൊരു ഇതും പിന്നെ അതുപോലെ പെട്ടെന്ന് കേട് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലോണം മൂടി അടപ്പുള്ള പാത്രങ്ങളിൽ നമ്മൾ കറിയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ എന്ത് വെക്കുകയാണെങ്കിലും മൂടിയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഒരു ഹൈജീനിക്കിൻ്റെ ഭാഗമാണ്. നമ്മൾ തുറന്ന് വെക്കുമ്പോൾ നമുക്കത് വിപരീത റിസൾട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ പാക്കറ്റുകളൊക്കെ ഒന്നും കൂടി കവറിൽ ചുറ്റിയിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാലം നിൽക്കും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പൊടിച്ച പാക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം പാലൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ചിന്താണ് വെച്ചാലാണ് ബാഡ് സ്മെല്ലും ബാക്ടീരിയ ഒക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉള്ളത്. അപ്പോൾ അതേപോലെ വെക്കുക. പിന്നെ നമ്മൾ ഈ കുപ്പികളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗം നന്നായി തുടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളെല്ലാം ക്ലീൻ ചെയ്തു, പക്ഷെ നമ്മൾ ഈ കുപ്പിയുടെ അടിഭാഗം ക്ലീൻ ചെയ്യാണ്ടിരുന്ന അതിൽ ബാക്ടീരിയ എല്ലാം പറ്റി നിൽക്കുകയും വീണ്ടും ഫ്രിഡ്ജിൽ നമുക്ക് വേറെ ഓരോ ഭക്ഷണത്തിലൊക്കെ കയറുകയും അങ്ങനെ അസുഖങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ മാത്രം പോരാ, നമ്മൾ അതിൽ വയറും കൂടി എടുത്ത് വിട്ടതിന് ശേഷം മാത്രമേ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണത് കഴിയുന്നത് ഒഴിവാക്കുക. കാരണം ഒരുപാട് കറണ്ട് വലിക്കാനും അതുപോലെ കറണ്ട് ബില്ല് കൂടുതലാവാനൊക്കെ ചാൻസ് ഉള്ളത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രിഡ്ജ് തുറന്ന് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ക്ലീൻ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രിഡ്ജിന് താഴെ ഇതുപോലെ മാറ്റ് ഇടുന്നത് കൊണ്ട് നല്ല ഹൈജീനിക്കായി ഇരിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാനും ഒക്കെ നല്ലൊരു യൂസാണ് കേട്ടോ. പിന്നെ അതേപോലെ മുകളിൽ ചെയ്യണതും ആരും മറക്കരുത്. അപ്പോൾ നല്ല നീറ്റായി ഇരിക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കറണ്ട് ഒരുപാട് പോകണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വെച്ചാൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ വലിച്ച് നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് പേപ്പർ എടുക്കാൻ കിട്ടുകയാണ് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം അതിൻ്റെ തണുപ്പ് നമ്മൾ അറിയാതെ തന്നെ ചെറുതായിട്ട് പുറത്തേക്ക് പോവുകയും അതുപോലെ നമുക്ക് കറണ്ട് ഒരുപാട് വലിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു സർവീസുകാർ കൊണ്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ.
ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് കേട്ടോ. പക്ഷേ ഓൾറെഡി വീഡിയോസ് ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ട് ഒരുപാട് വീഡിയോ ലെങ്തായി പോകുമ്പോൾ എല്ലാവർക്കും കാണാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ടൈമൊക്കെ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യമാണ്, ചെറിയ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കരുത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുവിടുക കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രണ്ട്സിന് ഫാമിലീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിലൊക്കെ കയറി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.